നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫിഫയുടെ ഏറ്റവും പുതിയ റാങ്കിംഗ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. കോപ്പ അമേരിക്ക ഇത് തുടങ്ങാനിരിക്കവേ, യൂറോ കപ്പ് നടന്നുകൊണ്ടിരിക്കവെയാണ് ഈ റാങ്കിംഗ് വന്നിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത റാങ്കിംഗ് വരുന്നത് ജൂലൈ 18-നാണ്. അതായത് കോപ്പ അമേരിക്കയും യൂറോ കപ്പും ഒക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത റാങ്കിംഗ് വരിക. ഇപ്പോൾ പുതുക്കിയ ഫിഫ റാങ്കിങ്ങിൽ കഴിഞ്ഞ തവണത്തെ ഫിഫ റാങ്കിങ്ങിൽ നിന്ന് ടോപ്പ് 10-ൽ 4 മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നത് ശ്രദ്ധിക്കണം. ബ്രസീൽ മുന്നോട്ട് കയറിയിരിക്കുന്നു, ഇംഗ്ലണ്ട് താഴേക്ക് ഇറങ്ങിയിരിക്കുന്നു, ക്രൊയേഷ്യ മുന്നോട്ട് കയറിയിരിക്കുന്നു, ഇറ്റലി താഴേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇങ്ങനെ 4 മാറ്റങ്ങൾ സംഭവിക്കുമ്പോഴും ഒന്നാം സ്ഥാനം അത് അർജന്റീന ഭദ്രമായി കയ്യിൽ വെച്ചിരിക്കുകയാണ്. അർജന്റീനയാണ് ഒന്നാമത്. 1860.14 അർജന്റീനയുടെ റേറ്റിംഗ് പോയിന്റുകൾ. രണ്ടാമത് ഫ്രാൻസ് 1837.47 അവരുടെ റേറ്റിംഗ് പോയിന്റ്. മൂന്നാമത് ബെൽജിയം തന്നെയാണ് 1797.98. അതേസമയം 5-ാം സ്ഥാനത്തുണ്ടായിരുന്നു ബ്രസീൽ. ഒരു സ്ഥാനം മെച്ചപ്പെടുത്തിയിരിക്കുന്നു, മുന്നോട്ട് കയറിയിരിക്കുന്നു എന്നർത്ഥം. ബ്രസീൽ ഇപ്പോൾ 1791.85 റേറ്റിംഗ് പോയിന്റുകളാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇവിടെ പ്രധാനമായിട്ടും വീഴ്ച സംഭവിച്ചിരിക്കുന്നു ഇംഗ്ലണ്ടിന്. ഇംഗ്ലണ്ട് താഴേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇംഗ്ലണ്ട് 5-ാം സ്ഥാനത്താണ്. 6-ാം സ്ഥാനത്ത് പോർച്ചുഗൽ തുടരുന്നു. 7-ാം സ്ഥാനത്ത് നെതർലൻഡ്സ് തുടരുന്നു. 8-ാമത് സ്പെയിന്. ക്രൊയേഷ്യ മുന്നോട്ട് കയറി 9-ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ ഇറ്റലി താഴേക്ക് ഇറങ്ങി 10-ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. ഇതാണ് ആദ്യ 10-ലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. ഇനി മറ്റ് ടീമുകളുടെ റേറ്റിംഗ്, പ്രധാന ടീമുകളുടെ റാങ്കിംഗ് ഒന്ന് നോക്കാം. 11-ാമതാണ് USA എങ്കിൽ 12-ാമതാണ് ഇപ്പോൾ മൊറോക്കോ വരുന്നത്. 12 2 ടീമുകളുണ്ട്. കൊളംബിയയും 12-ആണ്, അതുകൊണ്ട് 13 പിന്നെ 14 ഉറുഗ്വായ് 14, മെക്സിക്കോ 15. ജർമ്മനി ഇപ്പോൾ ഫിഫ റാങ്കിങ്ങിൽ 16-ാമതാണ്. ജപ്പാൻ 17-ാം സ്ഥാനത്ത് വരുന്നു. ഏഷ്യൻ ടീമുകളിൽ ഒന്നാമത് ജപ്പാനാണെന്ന കാര്യം ശ്രദ്ധിക്കുക. 18-ാം സ്ഥാനത്ത് സെനഗൽ വരുമ്പോൾ 19 സ്വിറ്റ്സർലൻഡും 20 ഇറാനുമാണ്. ഇനി നമ്മൾ ഏഷ്യയിൽ നിന്നുള്ള ടീമുകളുടെ റാങ്കിങ് നോക്കി അതോടൊപ്പം ഇന്ത്യയുടെ റാങ്കിങ്ങും ഒന്ന് പരിശോധിക്കുകയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, സമീപകാലത്ത് അത്ര മികച്ച പ്രകടനമല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഫിഫ റാങ്കിങ്ങിൽ താഴേക്ക് പോയിട്ടുണ്ട്. ഏഷ്യയിൽ ഇപ്പോൾ 1-ാം സ്ഥാനത്ത് ജപ്പാൻ, അവരുടെ ഫിഫ റാങ്കിങ് 17. ഏഷ്യയിൽ 2-ാമത് ഇറാൻ, ഫിഫ റാങ്കിങ് 20. ഏഷ്യയിൽ 3-ാമത് സൗത്ത് കൊറിയ, ഫിഫ റാങ്കിങ് 22. ഏഷ്യയിൽ തൊട്ടുപുറകിലുള്ളത് ഓസ്ട്രേലിയയാണ്, അവരുടെ ഫിഫ റാങ്കിങ് 23 ഓസ്ട്രേലിയ. ഇനിയിപ്പോൾ ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണെന്ന് ചോദിച്ചു വരേണ്ട, AFCയിലാണ് ഓസ്ട്രേലിയ ഉള്ളത്. പിന്നെ അടുത്ത സ്ഥാനത്ത് വരുന്നത് ഖത്തറാണ്, അവരുടെ ഫിഫ റാങ്കിങ് 35 വരുന്നത്. ഇനി ഇന്ത്യയുടെ ഒരു സ്ഥാനം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ താഴേക്ക് വീണുപോയിരിക്കുന്നു. 121-ാം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യയുടെ റാങ്കിങ് 124-ലേക്ക് വീണിരിക്കുന്നു എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. സമീപകാലത്ത് ഇന്ത്യയുടെ പ്രകടനം അത്ര മികച്ചതല്ല എന്നെല്ലാവർക്കും അറിയാം. 1139.39 ഇന്ത്യയുടെ റേറ്റിംഗ് പോയിന്റ് ഉള്ളത്. ഏതായാലും ഏറ്റവും പുതിയ ഫിഫ റാങ്കിങ്ങിൽ അർജന്റീന 1-ാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.